ആലത്തൂരിലെ കൊട്ടിക്കലാശത്തിനിടെ സിപിഐഎം പ്രവർത്തകർ കല്ലെറിഞ്ഞ് രമ്യ ഹരിദാസിന് പരിക്കുപറ്റി എന്ന പ്രചാരണം പൊളിഞ്ഞു. കോൺഗ്രസുകാർ കല്ലെറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ പുറത്തുവന്നു. കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയുമ്പോൾ ചതിക്കലട എന്ന് അലറി വിളിക്കുന്ന അനിൽ അക്കരെ വീഡിയോയിൽ കാണാം. ആലത്തൂരിൽ പരസ്യപ്രചാരണ പരിപാടി കഴിഞ്ഞ ശേഷം മടങ്ങുന്നതിനിടെയാണ് UDF പ്രവർത്തകർ വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടത്. റോഡരികിലെ ബോർഡുകൾ ഉൾപ്പെടെ UDF പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാന്തരീക്ഷം ഉടലെടുത്തു. ഇതിനു പിന്നാലെ കോൺഗ്രസ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് പാളയം പ്രദീപിന്റെ നേതൃത്വത്തിൽ LDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായി കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ ആലത്തൂർ MLA KD പ്രസേനന് ഗുരുതരമായി പരിക്കേറ്റു. മേലാർക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മായൻ, സന്തോഷ്, 15 വയസ്സുകാരനായ അബു എന്നിവർക്കും പരിക്കേറ്റു. 2 പോലീസുകാർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ആസൂത്രിതമായി UDF പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കി കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മുൻകൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. രാഷ്ട്രീയം പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ വളരെ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ജനം തിരിച്ചറിയും. ഇതിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. അതിനൊന്നും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയിട്ട് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്, ആരാണ് ഈ സംഭവത്തിൻ്റെ പിന്നിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണോ, UDFന്റെ പ്രവർത്തകരാണോ, ആരാണെന്ന് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് ഇവിടെ മൂടിവെക്കാനൊന്നുമില്ല. സംഭവത്തിന് പിന്നാലെ CPIM ആക്രമണം നടത്തിയെന്ന് പ്രചരിപ്പിച്ച UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും കോൺഗ്രസ് MLA അനിൽ അക്കരയും ആശുപത്രിയിലെത്തി. എന്നാൽ ഇരുവർക്കും പരുക്കൊന്നും ഉണ്ടായിരുന്നില്ല. UDF ആക്രമണം മൂടിവെച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് UDF നേതാക്കളുടെ ശ്രമം. കൈരളി ന്യൂസ്, പാലക്കാട്. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക്. റഫേൽ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത് ചേരുന്നുണ്ട്. ശരത്തിലേക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പായി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കൊട്ടിക്കലാശത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകർ കല്ലേറ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിനിടെ കോൺഗ്രസ് നേതാവ് ഷാഹിദ കമാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുന്നു. കലാശക്കൊട്ട് കണ്ടപ്പോൾ പഴയ ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മ പങ്കുവയ്ക്കുന്നു. കലാശക്കൊട്ടിനിടയിൽ ഏറുവരും ദേഹത്ത് കൊള്ളില്ല, പക്ഷെ ഉടൻ ബോധം കെട്ട് വീഴണം. അവസാനത്തെ അടവാണ്. എന്നാൽ അന്തസ് കെട്ട ഒരു പ്രവൃത്തിയായി തോന്നിയതിനാൽ അന്ന് ഞാൻ അതിന് തയ്യാറായില്ല എന്നാണ് ഷാഹിദ കമാൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊല്ലത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കൊല്ലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. ചവറയിൽ അപ്രതീക്ഷിത ഭൂരിപക്ഷം ലഭിക്കുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. ഒരു പോസിറ്റീവ് എനർജി കഴിഞ്ഞ ഒരു 40 ദിവസത്തിലധികമുള്ള പ്രചരണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുള്ളത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഏത് നിലയിലാണ് ഒരു പ്രതീക്ഷ? ഇന്ന് വോട്ടർമാരോട് എങ്ങനെയാണ് അവരെ കാണാൻ ശ്രമിക്കുന്നത്? എന്തൊക്കെയാണ് പരിപാടികൾ? നിശബ്ദ പ്രചരണത്തിന് വലിയ ബഹളവും ശബ്ദവും പരസ്യമായിട്ടുള്ള കാര്യങ്ങളില്ലാതെ ആളുകളെ കാണുക എന്നുള്ളത് തന്നെ. അത് ഒരു വ്യക്തിപരമായ ആളുകളെ കാണാം, ഫോൺ ചെയ്യാം, വിളിക്കാം. പിന്നെ പൊതുവായിട്ടുള്ള ചില ചടങ്ങുകളുണ്ടാകും, കല്യാണങ്ങൾ, മരണങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പരമാവധി വോട്ടർമാരെ അങ്ങനെ, എന്നാൽ ഒരു പരസ്യ പ്രചരണത്തിൻ്റെ സ്വഭാവമില്ലാതെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ നമ്മുടെ പ്രവർത്തകരുമൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. നിശബ്ദ പ്രചരണം ചെയ്യുന്നുണ്ടാവും, എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ്. എന്തായാലും വളരെ നല്ല അനുകൂലമായ സാഹചര്യമാണ്. വളരെ ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇന്നലെ ജില്ലയിലെ പരസ്യ പ്രചരണത്തിൻ്റെ അവസാനത്തെ പരിപാടികൾ നടക്കുന്ന സമയത്തും കണ്ടു കാണുമല്ലോ. ഇങ്ങോട്ട് വന്ന് സംഘർഷം ഉണ്ടാക്കാൻ ചില സ്ഥലത്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അതിനെയൊക്കെ അങ്ങനെ സംഘർഷത്തിലേക്ക് പോവാതെ തന്നെ കാര്യങ്ങൾ വന്നു. തോതിലേക്ക് പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിയൊഴുകുന്നു. എല്ലാവരും വീടുകളിലേക്ക് പോകുന്നു, പ്രവർത്തനം വരുന്നു. നല്ല അനുകൂലമായ സാഹചര്യം തന്നെ പൊതുവിൽ എല്ലായിടത്തും വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് ലഭിച്ച ഒരു വോട്ട് ഷെയർ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷമുണ്ട്, ആ ഭൂരിപക്ഷത്തിൽ എത്ര വർദ്ധിപ്പിക്കാനും മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? കണക്കുകളൊന്നും എടുത്തിട്ട് ഓരോ മണ്ഡലത്തിൻ്റെയും ഭൂരിപക്ഷം പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, 7 മണ്ഡലങ്ങളാണുള്ളത്.
7 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വരും. കഴിഞ്ഞ തവണ ഏറ്റവും പുറകിൽ വന്ന, ഇപ്പോഴും UDF ഏറ്റവും വലിയ അവരുടെ കേന്ദ്രമായിട്ട് കരുതുന്ന ചവറയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വരും. അത് പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷം ചവറയിൽ അവർക്ക് കിട്ടി. അവിടെയാണ് ആ ഭൂരിപക്ഷത്തിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി വിജയ MLA അവിടെ വിജയിച്ചത്. ആ തരത്തിൽ നല്ല പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. ജനങ്ങളുടെ വളരെ അനുകൂലമായ പ്രതികരണമുണ്ട്. നല്ല ഭൂരിപക്ഷം ചവറയിൽ ഉൾപ്പെടെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞങ്ങളുടെ എല്ലാ ഒരു കണക്കുകൂട്ടലും വിലയിരുത്തലും ഒക്കെ വരുമ്പോഴും അതത് സ്ഥലത്തു നിന്നുള്ള പ്രവർത്തകരുടെ എല്ലാം വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും വളരെ അനുകൂലമായ സാഹചര്യമായിരിക്കും. റഫേൽ കേസുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിക്ക് എതിരെ നടത്തിയ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത് ചേരുന്നുണ്ട്. ശരത്, ഇന്നാണ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുവാൻ കോടതി രാഹുലിന് നൽകിയിരുന്ന സമയം. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഏപ്രിൽ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നത്. കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി എന്നായിരുന്നു ഏപ്രിൽ 10 അമേഠിയിൽ വെച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹം ആ പ്രസ്താവന നടത്തിയത്. ആ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെ ആ പ്രചരണ ചൂടിനിടയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന മാത്രമാണത്. അത് മറ്റ് തരത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകുകയായിരുന്നു മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും എതിരാളികളും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ മറുപടി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ BJP നേതാവായ മീനാക്ഷി ലേഖി ഒരു ക്രിമിനൽ കോടതിയലക്ഷ്യ ഹർജി സമർപ്പിച്ചിരുന്നു ഏപ്രിൽ 12 ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ രാഹുൽ ഗാന്ധിയോട് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു മറുപടി ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നൽകുന്നത്. മറുപടി ഏതായാലും നാളെ സുപ്രീം കോടതി പരിഗണിക്കും. നാളെയാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ ഏപ്രിൽ 15 കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സുപ്രീം കോടതി തങ്ങൾ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല, കാവൽക്കാരൻ കള്ളനാണെന്ന് ഞങ്ങൾ പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. അതുമാത്രമല്ലാതെ ഞങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റഫാൽ രേഖകൾ പുറത്തു വന്നതിന്റെ സാഹചര്യവും അതുപോലെ തന്നെ ആ രേഖകൾ പരിശോധിക്കണമോ എന്നതിനെ സംബന്ധിച്ചുള്ള നിയമവശങ്ങളും മാത്രമാണ് പരിശോധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരാമർശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ഏപ്രിൽ 15 ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് വിശദീകരണം നൽകാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. ആ ഒരു മറുപടിയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു പരാമർശം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശത്തിനിടയിൽ, തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിനിടയിൽ നടത്തിയതാണ് എന്നുള്ള രീതിയിൽ ഖേദപ്രകടനം നടത്തിക്കൊണ്ടുള്ള മറുപടി നൽകിയത്. ഏത് രീതിയിലാണ് സുപ്രീം കോടതി ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോകുക എന്നതിനെ സംബന്ധിച്ച് നാളെ വ്യക്തമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇന്ന് അല്പസമയത്തിനകം കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇത് ഏത് രീതിയിലാണ് BJP ഇതിനെ ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ദിശ കൂടി നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അശ്വതി, പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും ശരത് നൽകിയത്. ഒരു ഇടവേളയിലേക്ക് വാർത്തകളിലേക്ക് തിരിച്ചെത്താം. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട സുരേഷ് ബസിന്റെ മാനേജർ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ബസ് ഹാജരാക്കാൻ ഉടമയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകി. ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. യാത്ര മുടങ്ങിയത് ചോദ്യം ചെയ്തതിനാണ് യാത്രക്കാരെ ഗുണ്ടാ സ്റ്റൈലിൽ മർദ്ദിച്ചത്. ദൃശ്യങ്ങളിലേക്ക്. പോലീസ് വിളിക്കാൻ വരില്ല വീട് എങ്ങോട്ടേ പിടിച്ചതല്ലേ വണ്ടി ഒന്ന് വീട്ടിലോ വണ്ടി നീ വണ്ടി
ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി സാലി ചേരുന്നുണ്ട്. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട സുരേഷ് ബസിന്റെ മാനേജർ ഉൾപ്പെടെ 4 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാലി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ കർശന നടപടി എടുക്കുമെന്ന് DGPയും അറിയിച്ചിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അതായത് ഈ ബസ് ഉടൻ തന്നെ പോലീസിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ ബസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതിൽ ബാംഗ്ലൂർക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാരുടെ അസൗകര്യം കണക്കിലെടുത്ത് അതിനുശേഷം മടങ്ങി വരുന്ന വഴി ഇവിടെ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു അല്പസമയത്തിനകം തന്നെ മരട് പോലീസ് സ്റ്റേഷനിൽ ഈ ബസ് എത്തിക്കും. ഈ ബസ് കർണാടക രജിസ്ട്രേഷൻ ബസ്സാണ്. അതുകൊണ്ട് മറ്റു നടപടികളിലേക്ക് കടക്കുന്നതിന് ചില പരിമിതികളുണ്ട്. പെർമിറ്റ് റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കേരളത്തിലെ അധികൃതർക്ക് കടക്കാൻ കഴിയും. അത്തരം നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഈ കേസിനാസ്പദമായ സംഭവം നടന്ന കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം വൈറ്റില ജംഗ്ഷനിലാണ്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോവുകയായിരുന്നു ബസ്. ആ ബസ് യാത്രക്കിടെ ഹരിപ്പാട് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം യാത്രക്കാർ പെരുവഴിയിലായി. അപ്പൊ ഒരു നടപടിയും ഉണ്ടായില്ല ജീവനക്കാരുടെ ഭാഗത്തു നിന്ന്. ആളുകൾ പെരുവഴിയിലായ സാഹചര്യത്തിലും പകരം ബസ് ഏർപ്പെടുത്താനോ ഒന്നും ഒരു ശ്രമം ഉണ്ടായില്ല. ഇതിനെ ചില യാത്രക്കാർ ബസ്സിനുള്ളിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷെ അല്പസമയത്തിന് ശേഷം ആ വണ്ടി ബ്രേക്ക് ഡൗൺ പരിഹരിച്ച് വൈറ്റിലേക്ക് എത്തിയപ്പോൾ വൈറ്റിലിൽ വെച്ച് കുറച്ച് ആളുകൾ ഈ ബസ്സിലേക്ക് കയറി ആ ഹരിപ്പാട് വെച്ച് ചോദ്യം ചെയ്ത 3 യുവാക്കളെയും സംഘം ചേർന്ന് അതിഭീകരമായി മർദ്ദിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോകുന്നത്. അതായത് അതിഭീകരമായ മർദ്ദനമാണ് ഈ 3 യുവാക്കൾക്കും ഏൽക്കേണ്ടി വന്നത്. ഇവർ ഈ 3 പേരും 3 പരസ്പര ബന്ധമുള്ളവരൊന്നും ആയിരുന്നില്ല. അതിൽ ഒരാൾ മാത്രമാണ് പോലീസിനെ സമീപിച്ചത്, അജയ് ഘോഷ് എന്ന് പറയുന്ന ഒരാൾ. ബാക്കിയുള്ളവരെ ആദ്യം പോലീസിന് കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല. കാരണം ഇവർ പരാതി പോലും പറയാതെ പോവുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് പോലീസ് ഇവരെയും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരിൽ 3 പേരിൽ നിന്നും പോലീസ് ആദ്യം തന്നെ മൊഴി രേഖപ്പെടുത്തി. അത് ഫോൺ മുഖേന മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു, അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സംഘം ചേർന്ന് മർദ്ദിച്ചതിനും ആക്രമിച്ചതിനും ഒക്കെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നടപടി ഇവരുടെ മൊഴി ഔദ്യോഗികമായി സ്റ്റേറ്റ്മെന്റ് എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. FIS എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അത് രേഖപ്പെടുത്തിയാൽ ഉടൻ തന്നെ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകളിൽ മാറ്റം വരുത്തുമെന്നാണ് അല്പം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ നമ്മോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതകൾ തേടും. ഒപ്പം തന്നെ ഈ സംഭവങ്ങളെല്ലാം കണ്ട ആളുകളുണ്ട്. ഈ മർദ്ദന ദൃശ്യങ്ങൾ അപ്പോൾ മൊബൈലിൽ പകർത്തിയത് മറ്റൊരു യാത്രക്കാരനാണ്. അയാളുടെ പേര് ജേക്കബ് ഫിലിപ്പ് എന്നയാളാണ്. അയാൾ തന്റെ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് ഈ സംഭവം, ഈ ഗുണ്ടായിസം പുറം ലോകം അറിഞ്ഞത്. ഉടൻ തന്നെ മരട് പോലീസ് കേസെടുക്കുകയും തുടർ നടപടികളിൽ കടക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ചെയ്യാവുന്നത് ആ ബസ്സിൽ ആ സമയത്ത് യാത്ര ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി മൊഴിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടയാൾ ജേക്കബ് ഫിലിപ്പാണ്. കാരണം അയാളാണ് ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാളുടെ മൊഴിയും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി പോലീസിന്റെ ജോലി. അതിനുള്ള നടപടികൾ പ്രത്യേകം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വിവിധ സംഘങ്ങൾ ഇത് അന്വേഷിക്കുന്നുണ്ട്. മരട് SI ആണ് അന്വേഷണ ചുമതല. ഏതായാലും കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിന് സമാന്തരമായി തന്നെയാണ് അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് കടന്നത്. 2 പേരുടെ അറസ്റ്റ് മാത്രമേ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ജയേഷ്, ജിതിൻ എന്നിവരുടെ അറസ്റ്റ്. ഒപ്പം തന്നെ ഈ ഇതിന്റെ മാനേജർ, എറണാകുളത്തെ മാനേജരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെയും പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഏതായാലും വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി വലിയ കേസായി ഇത് മാറാനുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഏതായാലും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വളരെ ക്രൂരമായി മർദ്ദിക്കുന്നതായി നമുക്ക് കാണാം. എന്തുകൊണ്ട് യാത്ര വൈകി എന്നുള്ള യാത്രക്കാരുടെ ചോദ്യം മാത്രമാണോ ഇത്തരത്തിൽ പ്രകോപനപരമായി ഇത്ര രീതിയിൽ ക്രൂരമായി മർദ്ദിക്കാൻ വേണ്ടും ഒരു പ്രകോപനമായ കാരണം? അതായത് ഈ ബാംഗ്ലൂർ റൂട്ടുകളിലൊക്കെ ഓടുന്ന സമാന്തര സർവീസുകൾ അത് കൈകാര്യം ചെയ്യുന്ന ആൾ, അത് നടത്തിപ്പ് കൊണ്ടുവന്ന ഉടമകൾ വലിയ ഗുണ്ടാ സംഘത്തെ ഈ ബസ് സർവീസിന്റെ സഹായകരമായ നിലപാടിന് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി ഗുണ്ടാ സംഘത്തെ തന്നെ പലയിടത്തും തീറ്റിപ്പോറ്റുന്നുണ്ട് എന്നൊരു പരാതികൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം മർദ്ദനമേറ്റ സംഭവങ്ങൾ മുൻപും മാധ്യമങ്ങളുടെയോ പോലീസിന്റെയോ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുമുണ്ട്. ഇപ്പോൾ ഇത് പുറത്തു വന്നത് ഒരാൾ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോ ഇത്തരം അക്രമങ്ങളും ഇത്തരം മർദ്ദനങ്ങളും ഒക്കെ ഇത്തരം സർവീസുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷെ പോലീസിന്റെ ശ്രദ്ധയിൽ ആരും കൊണ്ടുവന്നിട്ടില്ല. അതിനർത്ഥം ചെറിയ തോതിലെങ്കിലും ഈ സർവീസിന്റെ സൗകര്യങ്ങളിൽ, അപര്യാപ്തതകളിൽ ഒക്കെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ യാത്രക്കാരെ
ഗുണ്ടായിസം വഴി നേരിടുക എന്ന ഇടപാട് ഈ സർവീസുകളിലൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്തരം മുൻ അനുഭവങ്ങളുള്ള പലരും ഇപ്പോൾ ഈ ജേക്കബ് ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കീഴിൽ തന്റെ അനുഭവം എന്ന നിലയ്ക്ക് പോസ്റ്റ് ചെയ്തു വരുന്നുമുണ്ട്. അതൊക്കെ കേസ് എടുക്കാനും അത്തരം ആളുകളുടെ മൊഴി എടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം അക്രമ സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എല്ലാം വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഈ ഗുണ്ടാ സംഘങ്ങൾ തന്നെയാണോ ഇതിന്റെ പിന്നിൽ? അത് ഈ ഗുണ്ടാ സംഘങ്ങളെ നിയോഗിച്ചതും തീറ്റിപ്പോറ്റുന്നതും ബസ് സർവീസ് നടത്തുന്ന ഉടമകളാണോ തുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങളിലേക്കാണ് ഇനി പോലീസ് ഉത്തരം കണ്ടെത്തേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക വിഭാഗത്തെ നിയോഗിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇതൊരു ചെറിയ കേസായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു കയ്യേറ്റ കേസായി അല്ല പോലീസ് പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമാന്തര സർവീസുകൾക്കുള്ളിൽ നടക്കുന്ന ഗുണ്ടായിസവും ഒക്കെ നിയന്ത്രിക്കാനുള്ള ഒരു വഴി ഇതുവഴി തുറക്കുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പോലീസിന് മുൻപുണ്ടായിരുന്ന പരിമിതികൾ, ഇത്തരത്തിൽ മർദ്ദനമേൽക്കുന്ന യാത്രക്കാർ ഒരു പരാതി പോലും പറയാതെ യാത്ര തുടർന്ന് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ മുമ്പിൽ ഔദ്യോഗികമായി ഈ ഫയലോ കേസോ ഒരു കാരണവശാലും മുൻ സംഭവങ്ങളിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി നടപടികൾക്ക് പോലീസിന് തടസ്സമുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കേസിൽ പരാതി ഉണ്ടായിരിക്കുന്നു. പരാതിയിന്മേൽ തുടർ നടപടികളൊക്കെ കടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ബസ്സിൽ മാത്രമല്ല, ഇത്തരം ബാംഗ്ലൂർ ഡെയിലി ട്രിപ്പ് നടത്തുന്ന ബസ്സുകളിലെ ഗുണ്ടായിസം സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് DGP ഇത് ഗൗരവമായി എടുക്കും എന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞത്. സാലി, അപ്പോൾ ഈ മുൻ അനുഭവങ്ങൾ ഉള്ള പലരും ഇത് ഭയപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കേസിന്റെ പിന്നിൽ നടക്കാൻ വയ്യാത്തത് കൊണ്ടും മാത്രം ഇത്തരം സംഭവങ്ങൾ മറച്ചുവെക്കുന്നു. അതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ക്രൂരമായ മർദ്ദനത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് സാലി സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ ദീർഘദൂര അന്തർ സംസ്ഥാന സർവീസുകൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർക്കോ മംഗലാപുരത്തിനോ ഒക്കെ യാത്ര ചെയ്യുന്ന ആളായിരിക്കും, ചെന്നൈക്കോ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വഴിയിൽ എവിടെയെങ്കിലും വെച്ചായിരിക്കും മർദ്ദനമേൽക്കുക. അപ്പോൾ അവർക്ക് അവിടെ ഇറങ്ങി അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അത്തരമൊരു സാഹചര്യങ്ങൾക്കൊന്നും സൗകര്യം ഉണ്ടാവില്ല. സ്വാഭാവികമായും തൊഴിൽ സംബന്ധമായ ആവശ്യങ്ങൾക്കോ ഒക്കെ ബാംഗ്ലൂർക്കോ ഒക്കെ പോകുന്ന യുവാക്കളാണ് ഇത്തരത്തിൽ മർദ്ദനമേൽക്കുന്നത്. അല്ലെങ്കിൽ വിദ്യാർത്ഥികളായി ബാംഗ്ലൂർ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം അവിടെ അപ്പോൾ തീർന്ന് അവരുടെ പഠനവും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി യാത്ര തുടരുക എന്നുള്ളതാണ് അവരുടെ മുന്നിൽ അപ്പോൾ ഉള്ള പോംവഴി. അതുകൊണ്ട് തന്നെ മർദ്ദനമേൽക്കുന്നവർ അത് സ്വയം സഹിക്കുന്ന സാഹചര്യമാണ് മുൻ സംഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ പോലീസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ കേസിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതില്ല എന്ന് പോലീസ് പറയുന്നത്. ഇത്തരം കയ്യേറ്റങ്ങളും ഗുണ്ടായുസങ്ങളും അക്രമങ്ങളും ഇത്തരം സമാന്തര സർവീസുകൾ നടത്തുന്ന ഈ സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന് പോലീസ് തിരിച്ചറിയുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പോംവഴി പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഇതിൽ ഒരു പരാതിയുണ്ട്. അതിൽ തുടർ നടപടികൾക്കുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർശന നടപടി എന്ന് DGP തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. സാലി, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും തുക മുടക്കി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളാണ് ഈ ബസ്സിലുള്ളത്. അപ്പോൾ അവർക്ക് പോലും സുരക്ഷിതത്വം ഇല്ല എന്നല്ലേ ഈ കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അശ്വതി, ഇത് കേവലമായ യാത്രാ സുരക്ഷിതത്വത്തിന്റെ പ്രശ്നമല്ല. സുരക്ഷ നൽകേണ്ടവർ അക്രമകാരികളാവുന്ന ഒരു വിഷയമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമാന്തര സർവീസ് എന്ന് പറയുന്നത് നടത്തിക്കൊണ്ടു പോകുന്നതിന് ഗുണ്ടാ സംഘങ്ങളുടെ സഹായവും ഒക്കെ തേടി അവരെ പണം കൊടുത്ത് ഈ ഗുണ്ടാ സംഘങ്ങളെ ഉടമകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ സംഭവങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. അതാ ജേക്കബ് ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ ചില സ്വന്തം അനുഭവങ്ങൾ എന്ന നിലയ്ക്ക് ഒട്ടേറെ പേർ ഇത്തരം അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം നിരവധി സംഭവങ്ങൾ ഇത്തരം സമാന്തര സർവീസുകൾക്കുള്ളിൽ നടക്കുന്നുണ്ട്. കൃത്യമായ ഗുണ്ടായുസം വഴിയാണ് ഇത്തരം സർവീസുകൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നും വ്യക്തമാണ്. അതിന് ഓരോ കേന്ദ്രങ്ങളിലും ഗുണ്ടാ സംഘങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഹരിപ്പാടുണ്ടായ ഒരു സംഭവത്തിന് ബസ് വൈറ്റിലയിലെത്തിയപ്പോൾ വൈറ്റിലയിൽ നിന്ന് ആളുകൾ കയറി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. ഈ അറസ്റ്റിലായവർ ജീവനക്കാരാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി മറ്റാളുകൾ ആരൊക്കെയാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന അവരെ തിരിച്ചറിയണമെങ്കിൽ ഇവർ തന്നെ പറയണം. ഈ അറസ്റ്റിലായിരിക്കുന്നവർ തന്നെ മൊഴി നൽകിയാൽ മാത്രമേ ഗുണ്ടാ സംഘത്തിലെ അക്രമി സംഘത്തിലെ മറ്റംഗങ്ങളെ പോലീസിന് തിരിച്ചറിയാൻ കഴിയൂ. അതിനടക്കമുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു.
അതുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ നിയോഗിച്ചുകൊണ്ട് ഈ സംഭവം അന്വേഷിക്കാനും ഇന്നോ നാളെയോ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും കർശനമായി പൂർത്തിയാക്കാനും പോലീസ് ഉദ്ദേശിക്കുന്നത്. ശരി സാലി, വ്യക്തമാണ്. ബസിന്റെ പെർമിറ്റ് ഇപ്പോൾ റദ്ദാക്കി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വാർത്ത. കർശന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് DGPയും അറിയിച്ചിരിക്കുന്നു. യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ഗതാഗത മന്ത്രി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയായ MK രാഘവനെതിരെ കോഴ ആരോപണത്തിൽ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കോഴ വിവാദത്തെ തുടർന്ന് വന്ന പരാതിയിലാണ് കേസെടുത്ത്. വിവരങ്ങളുമായി AK രതീഷ് ചേരുന്നു. രതീഷ്, ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ദൃശ്യങ്ങൾ വ്യാജമല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിഞ്ഞിരുന്നു. ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണോ MK രാഘവനെതിരെ കേസെടുത്തിരിക്കുന്നത്? ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? മനു, ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് കോൺഗ്രസ് നേതാവും കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയുമായ MK രാഘവനെതിരെ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ വേണ്ടി കഴിയും. ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുക്കാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DGP കേസെടുക്കാം എന്ന റിപ്പോർട്ട് താഴോട്ട് നൽകിയതും. അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് ഇപ്പോൾ MK രാഘവനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ തന്നെ TV9 ഭാരതവർഷ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലാണ് MK രാഘവൻ കുടുങ്ങിയത്. കോഴിക്കോട്ട് വ്യവസായ ആവശ്യത്തിനായി 15 ഏക്കർ ഭൂമി വേണമെന്നാവശ്യപ്പെട്ട് സമീപിച്ച റിപ്പോർട്ടറോട് MK രാഘവൻ 5 കോടി രൂപ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് തന്റെ ഡൽഹിയിലുള്ള പേഴ്സണൽ സ്റ്റാഫിനെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 കോടി രൂപ ചെലവായി എന്ന് അദ്ദേഹം ഈ സംഭാഷണത്തിനിടയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സ്വകാര്യ ചാനൽ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയതോടെയാണ് MK രാഘവൻ വെട്ടിലായത്. ഇതേ തുടർന്ന് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഒളിക്യാമറ ദൃശ്യത്തിന്റെ എഡിറ്റ് ചെയ്യാത്ത യഥാർത്ഥ ടൈപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ക്രിമിനൽ കേസ് വേണമെന്നും ആവശ്യപ്പെട്ടാണ് കണ്ണൂർ റേഞ്ച് IG MR അജിത് കുമാർ കഴിഞ്ഞ ദിവസം DGPക്ക് റിപ്പോർട്ട് നൽകിയത്. DGP ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് കേസെടുക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കേസെടുക്കാമെന്ന നിയമോപദേശം DGPക്ക് തിരിച്ചു നൽകി. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ കേസ് MK രാഘവനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് MK രാഘവനെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഹാജരാക്കിയ രേഖ അനുസരിച്ച് 52 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവായത്. എന്നാൽ 20 കോടി രൂപയോളം തനിക്ക് ചെലവായതായി MK രാഘവൻ ഈ ഒളിക്യാമറ ഓപ്പറേഷനിൽ TV9 ഭാരതവർഷ ചാനൽ റിപ്പോർട്ടറോട് പറഞ്ഞിരുന്നു. അത്തരം വിപുലമായ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ഒളിക്യാമറ ദൃശ്യങ്ങൾ യഥാർത്ഥമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ കേസെടുത്തുകൊണ്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാൽ കേസെടുത്തു തന്നെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോഴിക്കോട് ASP വാഹിദ് MR അജിത് കുമാറിന്, കണ്ണൂർ റേഞ്ച് IG MR അജിത് കുമാറിന് റിപ്പോർട്ട് നൽകിയത്. MR അജിത് കുമാർ DGPക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിന്മേലാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വിശദീകരണം തേടുകയും അദ്ദേഹത്തിന്റെ കൂടി നിയമോപദേശ പ്രകാരം ഇപ്പോൾ MK രാഘവനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ലതീഷ്, ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ വ്യാജമാണ് അല്ലെങ്കിൽ ഇത് സത്യസന്ധമായ കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് MK രാഘവനും UDFും പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ യഥാർത്ഥമാണെന്ന് എന്ന വിവരം പുറത്തു വന്ന ഉടനെ ആ വാദങ്ങളൊക്കെ പൊളിയുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കേസ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയും ദേശീയ തലത്തിലടക്കം AICC വരെ വലിയൊരു പ്രതിക്കൂട്ടിലേക്ക് പോകുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും MK രാഘവനെ ടാർഗറ്റ് ചെയ്ത് മാത്രമായിരുന്നില്ല ഈ TV9 ഭാരതവർഷ ചാനൽ ഇത്തരത്തിലുള്ള ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നത്. മറ്റു MPമാരെയും കോൺഗ്രസിന്റെയും BJPയുടെയും അടക്കമുള്ള മറ്റ് MPമാരെയും ഈ ചാനൽ സംഘം സമീപിക്കുകയും അവരിൽ നിന്ന് ഇത്തരത്തിൽ ചില അവരുടെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ വാർത്തയായി പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥിയും സംസ്ഥാനത്തെ UDF നേതൃത്വവും ഇതിന് പിന്നിൽ ഒളിക്യാമറ ഓപ്പറേഷന് പിന്നിൽ, പ്രത്യേകിച്ച് MK രാഘവന്റെ ഒളിക്യാമറ ഓപ്പറേഷന് പിന്നിൽ CPIM ആണെന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള പ്രചരണം നടത്തി.
CPIM അല്ല ഈ ഒളിക്യാമറ ഓപ്പറേഷന് പിന്നിൽ, CPIM അല്ല, അല്ലെങ്കിൽ CPIMന്റെ ഗൂഢാലോചന ഇല്ല എന്നുകൂടി വാഹിദിന്റെ ASP അന്വേഷിച്ച ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച ASP വാഹിദിന്റെ പ്രഥമ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസെടുത്താൽ മാത്രമേ കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ കഴിയൂ, അതുകൊണ്ട് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ASP വാഹിദ് MR അജിത് റിപ്പോർട്ട് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് DGPയോട് വിശദീകരണം തേടിയതും DGP ഇപ്പോൾ കേസെടുക്കാനുള്ള നിർദ്ദേശം നടക്കാവ് പോലീസിന് കൈമാറിയതും ഇപ്പോൾ നടക്കാവ് പോലീസ് MK രാഘവനെതിരെ കേസെടുത്തതും. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസം മാത്രം ശേഷിക്കെ ഈ കേസെടുക്കാനുള്ള നിയമോപദേശം ലഭിച്ച ഘട്ടത്തിൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം UDFന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് MK രാഘവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇതിനും MK രാഘവനും അല്ലെങ്കിൽ UDFും ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം തന്നെ തീർക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും രാഘവനുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. മനോജ്. തീർച്ചയായും ലതീഷ്, ഇവിടെ 53 ലക്ഷമാണ് തെരഞ്ഞെടുപ്പ് ചെലവായി കമ്മീഷന് മുമ്പിൽ MK രാഘവൻ നൽകിയ തുക. പക്ഷേ ഈ തന്നെ സമീപിച്ച ചാനലുകാരോട് പറയുന്നത് ഏകദേശം 20 കോടി രൂപ അടക്കം ചെലവായി, 2 കോടി രൂപയിലേറെ ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജനപ്രാതിനിധ്യ നിയമത്തിനപ്പുറത്തേക്ക് മറ്റു വകുപ്പുകൾ, ഗുരുതരമായ മറ്റു വകുപ്പുകൾ, ക്രിമിനൽ വകുപ്പുകളടക്കം ചുമത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുത്തു എന്ന ഒരു പ്രാഥമിക വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചത്. എഫ്ഐആറിലെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചാൽ മാത്രമേ അത്തരം ഏതെല്ലാം വകുപ്പ് പ്രകാരമാണ് MK രാഘവനെതിരെ കേസെടുത്തതെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുക്കാം എന്ന കൃത്യമായ നിയമോപദേശം പോലീസിന് ലഭിച്ചിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ഒളിക്യാമറ ദൃശ്യങ്ങളുമായി അല്ലെങ്കിൽ ഒളിക്യാമറ വാർത്തകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ചില ചാനലുകൾ പുറത്തുവിടുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഇതിന്റെ ഒറിജിനൽ ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധന പൂർണ്ണമായും ശാസ്ത്രീയമായി തന്നെ നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെങ്കിൽ ക്രിമിനൽ കേസെടുത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. അതുകൊണ്ടാണ് ഈ CD-യുടെ അല്ലെങ്കിൽ ഈ ദൃശ്യത്തിന്റെ യഥാർത്ഥ ദൃശ്യമാണോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അത്തരം പരിശോധനകൾ ഈ ഫോറൻസിക് പരിശോധനയിലൂടെ പുറത്തു വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത്തരം ശാസ്ത്രീയ പരിശോധന നടത്തണമെങ്കിൽ കോടതിയുടെ കൂടി ഒരു മുൻകൂർ അനുമതി വേണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുന്നതോടുകൂടി ഇത്തരത്തിൽ ഈ ദൃശ്യത്തിന്റെ സാധുത എത്രത്തോളം ഒറിജിനലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിലൂടെ വ്യക്തമാവുകയും അതനുസരിച്ചുള്ള കേസ് നടപടികളുമായി, അന്വേഷണ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മനോ. ശരി. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴ ആരോപണത്തിൽ MK രാഘവനെതിരെ, കോഴിക്കോട്ടെ നിലവിലെ MPയും UDF സ്ഥാനാർത്ഥിയുമായ MK രാഘവനെതിരെ കേസെടുത്തിരിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവതരമായ സാഹചര്യമാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി MK രാഘവന് നേരിടേണ്ടി വന്നത്. അതായത് ഒരു ഹോട്ടൽ ഇടപാടിന് സ്ഥലം വേണം എന്ന രീതിയിൽ സമീപിച്ച ചാനൽ സംഘം പറയുന്ന തുക തന്റെ സെക്രട്ടറിക്ക് കൈമാറാൻ പറയുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഏകദേശം 5 കോടിയോളം രൂപ അതായിരുന്നു പറയുന്നത്. അത് തന്നെ ദില്ലിയിലെ സെക്രട്ടറിക്ക് നൽകാനായിരുന്നു MK രാഘവൻ പറയുന്നത്. ഇതടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മാത്രമല്ല 20 കോടിയോളം രൂപ തനിക്ക് തെരഞ്ഞെടുപ്പിന് ചെലവായി, ഹൈക്കമാൻഡിൽ നിന്ന് വലിയ തുക ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ്, ഈ വീഡിയോ പുറത്തു വന്നതിനെ തുടർന്നാണ് രാഘവൻ വലിയ വിവാദത്തിൽ ചെന്ന് ചാടിയത്. ആദ്യഘട്ടത്തിൽ ഈ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, CPIM ആണ് അതിന്റെ പിന്നിലെന്നായിരുന്നു രാഘവന്റെ വാദം. പിന്നീട് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിനെ തുടർന്ന് ദൃശ്യങ്ങൾ വ്യാജമല്ല എന്ന് തെളിവ് ലഭിക്കുന്നു. മാത്രമല്ല ചാനൽ മേധാവി അടക്കം ഇക്കാര്യത്തിൽ വളരെ വലിയ വിശദീകരണം നൽകി. രാഘവനെ മാത്രമല്ല മറ്റു പല MPമാരെ സമീപിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുമായി പുറത്തേക്ക് വന്നു. CPIM-മായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ചാനൽ മേധാവി അടക്കം പറയുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ സ്വാധീനിക്കാവുന്ന രീതിയിൽ തന്നെ MK രാഘവൻ വലിയ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കേസെടുക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ലതീഷ് ഒരിക്കൽ കൂടി. ലതീഷ്, ഇവിടെ പ്രധാനമായും ഉയർത്തുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ കേസെടുക്കുമ്പോൾ ഉയർത്താൻ പോകുന്ന UDF ഉയർത്താൻ പോകുന്ന ഒരു വാദം, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ കേസ് എടുക്കുന്നത് എന്നത് തന്നെയായിരിക്കും. പക്ഷേ അത്തരത്തിലൊരു വാദം ഉയർത്തുമ്പോൾ തന്നെ ഇതിലെ
ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ആ ദൃശ്യമാണ്. അതിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ വ്യാജമല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ TV9 ഭാരത് വർഷ എന്ന ചാനലിന്റെ മേധാവി അടക്കം എന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ ഏത് അന്വേഷണ ഏജൻസിക്ക് വേണേലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരിശോധനയ്ക്ക് നൽകാൻ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഈ കേസ് എടുക്കാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദത്തിന് എന്ത് പ്രസക്തിയാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടാവുക? ലതീഷ. ലതീഷിലെ ടെലിഫോൺ ബന്ധം തകരാറായി. ലതീഷിലേക്ക് വീണ്ടും എത്താം. ഏതായാലും വളരെ ഗൗരവതരമായ ഒരു സാഹചര്യം. MK രാഘവനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ്. TV9 ഭാരത് വർഷ എന്ന ചാനൽ പുറത്തുവിട്ട കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് 5 കോടി രൂപ ചാനൽ പ്രവർത്തകർ, റിയൽ എസ്റ്റേറ്റുകാർ എന്ന രീതിയിലെത്തിയ ചാനൽ പ്രവർത്തകർ വാഗ്ദാനം ചെയ്ത 5 കോടി രൂപ തന്റെ സെക്രട്ടറിക്ക്, ദില്ലിയിലെ സെക്രട്ടറിക്ക് കൈമാറണം എന്നതടക്കം പറയുന്ന ദൃശ്യങ്ങളായിരുന്നു നമ്മൾ അന്ന് കണ്ടത്. ഇപ്പോൾ എളമരം കരീം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എളമരം കരീം, ഇന്നിപ്പോൾ കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു തീരുമാനം അന്ന് കേസെടുത്തിരിക്കുന്നു. ആ സമയത്ത് തന്നെ പറയുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ്, തെരഞ്ഞെടുപ്പിന് തലേ ദിവസം ഇത്തരത്തിൽ കേസെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തി ആ വാദത്തിനുണ്ടോ? ആ ഒരു ദുർബലമായ വാദമുയർത്തി ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ UDF-ന് കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ സംഭവത്തില് ശ്രീ MK രാഘവൻ നൽകിയ പരാതിയിന്മേലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ ഈ TV9 ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നതിന് അവരുടെ ഓഫീസിൽ പോയി ഇത് ദൃശ്യം പകർത്താൻ ഉപയോഗിച്ച ക്യാമറയും ഒറിജിനൽ വീഡിയോയും പോലീസ് സീസ് ചെയ്ത് പരിശോധിച്ചിട്ടാണ് ഒരു നിഗമനത്തിലെത്തിയത്. ഞാൻ മനസ്സിലാക്കുന്ന ആ നിഗമനം രാഘവന്റെ ആർഗ്യുമെന്റ്സിന് വിരുദ്ധമാണെന്നാണ്. അപ്പൊ അതിനർത്ഥം ഇദ്ദേഹം പറഞ്ഞതെല്ലാം വസ്തുതയാണ് എന്നത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി. അപ്പോൾ അതിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് ചെലവായി സബ്മിറ്റ് ചെയ്ത തുകയേക്കാൾ എത്രയോ വലിയ തുക ചെലവഴിച്ചു. അത് തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. ഒരു സ്വകാര്യ സംരംഭകർ ഓഫർ ചെയ്ത പണം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അത് പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമത്തിന്റെ ലംഘനമാണ്. 3 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മദ്യം വിതരണം ചെയ്ത് സമ്മതിച്ചു. അത് നിയമവിരുദ്ധമാണ്. ഇത്രയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ പിന്നെ പോലീസ് കേസെടുക്കല്ലാതെ മറ്റെന്ത് മാർഗം? ഇതിലെന്ത് രാഷ്ട്രീയ പ്രശ്നമുള്ളത്? തെറ്റ് ചെയ്താൽ ആരുടെ പേരിലും നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നതിന്റെ പേരിൽ എത്ര ആളുടെ പേരിൽ കേസെടുക്കുന്നു? അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ പറ്റുമോ? ഈ കുറ്റത്തിന് ആരോപിതനായ ആൾ രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിലുള്ള പഴുത് പറയാന്നല്ലാതെ മറ്റൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അദ്ദേഹം ഇനിയും മത്സരിക്കുന്നത് ജനാധിപത്യത്തിന് അങ്ങേയറ്റം നാണക്കേടാണ്. തീർച്ചയായും നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതുപോലെ തന്നെ, ആ വാക്കുകളിൽ നിന്ന് കേട്ടതുപോലെ തന്നെ, ഒരുപക്ഷെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കുന്ന രീതിയിലുള്ള വാചകങ്ങളാണ് പുറത്തു വന്നത്. ഒന്ന്, 70 ലക്ഷം എന്ന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് 20 കോടിയോളം രൂപയുടെ കണക്ക് പറയുന്നു. മറ്റൊന്ന്, പ്രവർത്തകർക്ക് മദ്യമടക്കം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് ഒന്ന്, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ ആളുകളെ അവഹേളിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ ആകെ മൊത്തത്തിൽ നോക്കുകുത്തിയാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കണ്ടത്. ആ രീതിയിൽ വേണ്ടേ നമ്മൾ വിലയിരുത്താൻ ഈ സംഭവത്തെ? ആ രീതി തന്നെയാണ് വിലയിരുത്തേണ്ടത്. അദ്ദേഹം പറയുന്നു AICC 2 കോടി രൂപ അദ്ദേഹത്തിന് നൽകുന്നുണ്ടെന്ന്. ഈ പണം കോൺഗ്രസിന് എവിടുന്ന് കിട്ടുന്നു? കള്ളപ്പണമായിട്ടാണ് നൽകുന്നത്, പണമായിട്ടാണ് നൽകുന്നത് അദ്ദേഹം സമ്മതിക്കുന്നു. 20 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാവുന്ന പരിധിയുടെ അനേകം ഇരട്ടിയാണ്. ഇതെങ്ങനെയാണ് ഇദ്ദേഹം സംഭരിക്കുന്നത്? ഇത് അഴിമതിയിലൂടെ സംഭരിക്കുന്ന കള്ളപ്പണമാണെന്ന് വ്യക്തമാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത അങ്ങേയറ്റം നികൃഷ്ടമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഇപ്പോ ശരിയാണെന്ന് പോലീസ് കണ്ടെത്തിയത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. മറ്റാരെങ്കിലും ആരോപിച്ചു കൊണ്ടുവന്നാലല്ലോ. ഈ ദൃശ്യങ്ങൾ കണ്ടവർക്കെല്ലാം അറിയാമായിരുന്നു സത്യമാണെന്ന്. എന്നിട്ടും അദ്ദേഹം അത് വ്യാജ സൃഷ്ടിയാണെന്ന് ആരോപിച്ചപ്പോൾ പോലീസ് നിയമപരമായ നടപടികളാണ് സ്വീകരിച്ചത്. ആവശ്യമായ സമയമെടുത്തു. ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വിളിച്ചപ്പോൾ 4-5 ദിവസം അദ്ദേഹം മാറി നടന്നു. അവസാനം പോലീസ് നോട്ടീസ് കൊടുത്ത് ശക്തമായി ഇടപെട്ടതിന് ശേഷമാണ് മൊഴി കൊടുക്കാൻ പോലും തയ്യാറായത്. ഇലക്ഷന് മുമ്പ് ഇതിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറൽ? ഇതിനെല്ലാം വ്യക്തമാണ് അദ്ദേഹം കുറ്റവാളിയാണ്.
ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയും സ്ഥാനാർത്ഥിയായി പോകുന്നത് അങ്ങേറ്റം അപമാനകരമാണ്. ഈ കാര്യത്തിൽ AICCയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും എല്ലാം ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അവിടെയാണ് ശ്രീ എളമരം കരീം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. കാരണം ഇത്രയധികം തുക AICCയിൽ നിന്ന് MK രാഘവനെ പോലെ ഒരാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എത്ര തുകയായിരിക്കും AICC ചെലവഴിച്ചിട്ടുണ്ടാകുക? അങ്ങനെയെങ്കിൽ എത്രമാത്രം കണക്കില്ലാത്ത പണമായിരിക്കും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുക? അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ AICCയിലെ ഉന്നതന്മാരിലേക്ക് അടക്കം പോകേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്നില്ലേ? ഈ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും 2 കോടി രൂപ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും കേരളത്തിലെ അവരുടെ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥിക്കും 1 കോടി രൂപ വീതം നൽകിയെന്ന് കൃത്യമായ വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവരുടെ ഘടകകക്ഷിയായി മത്സരിച്ച കക്ഷി അവരോടൊപ്പമില്ല. അപ്പൊ എങ്ങനെയാണ് വിവരം കിട്ടുന്നത് എന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതാ. ഈ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കള്ളപ്പണം ഒഴുക്കി എന്ന് രാഘവനെ സമ്മതിക്കുകയാണ്. 2 കോടി മുതൽ 5 കോടി വരെ കിട്ടും, ചിലപ്പോൾ 2 കോടി എഴുതാലും കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാജ്യമാകെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എത്ര കോടി രൂപ കോൺഗ്രസ് സംഭരിച്ചിട്ടുണ്ട്? ഇതൊന്ന് കിട്ടുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്പെഷ്യൽ വിമാനം ഉപയോഗിക്കുന്നു, ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു, എല്ലാം ഏത് തെരഞ്ഞെടുപ്പ് ചെലവ് പരിധിയിലാണ് വരുന്നത്? ജനാധിപത്യത്തെ പരിഹാസ്യമാക്കുന്നതിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പ്രചരിക്കുന്നത്. രാഘവൻ വാക്കുകളിൽ നിന്ന് ആ സത്യം പുറത്തു വരികയും ചെയ്തിരിക്കും. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എളമരം കരീം ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും വളരെ ഗൗരവതരമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. MK രാഘവൻ വലിയ കുരുക്കിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. എത്രമാത്രം വാദങ്ങൾ ഉയർത്തി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ ഉയർത്തി പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ആ ദൃശ്യങ്ങൾ വ്യാജമല്ല എന്ന് കണ്ടെത്തിയതിനെ എന്ന കണ്ടെത്തൽ നിലനിൽക്കുന്നിടത്തോളം കാലം MK രാഘവന്റെ വാദങ്ങൾക്ക് വിലപ്പോകില്ല. കാരണം ആ ദൃശ്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നാണ് ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്ത ചാനലിന്റെ ഓഫീസിൽ നിന്ന് വാങ്ങി നടത്തിയ പരിശോധനയിൽ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസെടുക്കുന്ന നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ലതീഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ലതീഷ്, ഇവിടെ ഈ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ഇനി എത്രമാത്രം ഉന്നയിക്കാൻ കഴിയും? കാരണം ഈ ദൃശ്യങ്ങളടക്കം ചാനലിന്റെ ഓഫീസിൽ പോയി പോലീസ് കേന്ദ്രീകരിച്ചിരുന്നു. അതിന്റെ ഒറിജിനൽ പോലീസ് വാങ്ങിയിരുന്നു. അത് വാങ്ങി പരിശോധന നടത്തിയപ്പോൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായത് ആ ദൃശ്യങ്ങൾ വ്യാജമല്ല എന്നുള്ളതാണ്. ഇവിടെ ഡബ്ബ് ചേർത്തതാണെന്ന ഒരു കാര്യം MK രാഘവൻ ആദ്യം പറഞ്ഞിരുന്നു. നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡബ്ബ് ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞു ഒരിക്കലും അതിൽ ഡബ്ബ് ചേർക്കാൻ അങ്ങനെ കഴിയില്ല, കാരണം ലിപ്പൊക്കെ കറക്റ്റ് ആയിട്ടാണ് സിങ്ക് ചെയ്തിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസെടുത്തത് എന്ന ദുർബലമായ വാദമുയർത്തി എത്രമാത്രം പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയും, UDFന് കഴിയും? ലതീഷ്, UDFന്റെ ആ പ്രതിരോധം നേരത്തെ തന്നെ പാളിയ ഒരു സാഹചര്യമാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് വ്യക്തമാക്കിയ അല്ലെങ്കിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിലുള്ളത്. പ്രത്യേകിച്ച് പ്രാഥമികമായ പരിശോധനയിൽ അത് ഈ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശബ്ദം ഏതെങ്കിലും തരത്തിൽ ഡബ് ചെയ്ത് ചേർത്തതോ അല്ല എന്ന് പ്രാഥമിക പരിശോധനയിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആ പ്രാഥമിക പരിശോധന വ്യക്തമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലീസ് DGPക്ക് അല്ലെങ്കിൽ IG വഴി DGPക്ക് നൽകിയത്. ഇനി ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്നും, അതായത് ഈ ദൃശ്യത്തിന്റെ സാധുത കൃത്യമായി ശാസ്ത്രീയ പരിശോധനയിലൂടെ വ്യക്തമാക്കണമെങ്കിൽ കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തണം. ആ അന്വേഷണം കോടതി വഴി മാത്രമായിരിക്കും സ്വാഭാവികമായും ഒരു കേസ് നടപടിക്രമം എന്നുള്ള നിലയിൽ ഇത്തരം ദൃശ്യങ്ങളുടെ സാധുത പരിശോധിക്കുക കോടതിയുടെ ഒരു അനുമതിയോടുകൂടി മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രിമിനൽ കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തണം, MK രാഘവനെതിരെ അന്വേഷണം നടത്തണമെന്ന ഒരു റിപ്പോർട്ട് പോലീസ് നൽകിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടി മാത്രമാണിത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇത് മറ്റൊരു ഈ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ മോശമാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് എന്ന് നിയമം അറിയുന്ന ആർക്കും പറയാൻ കഴിയില്ല. ശരി, AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MK രാഘവൻ വലിയ കുരുക്കിലേക്ക് നീങ്ങുന്നു. കോഴ ആരോപണത്തിൽ രാഘവനെതിരെ കേസെടുത്തിരിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. TV9 ഭാരതവർഷ എന്ന ചാനൽ പുറത്തുവിട്ട കോഴ ആരോപണത്തിലാണ് MK രാഘവൻ കുടുങ്ങിയിരിക്കുന്നത്. ഏതായാലും അതിന്റെ ദൃശ്യങ്ങൾ വ്യാജം ആണെന്നായിരുന്നു ആദ്യം MK രാഘവൻ പറഞ്ഞത്. എന്നാൽ ഇത് വ്യാജമല്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നീക്കത്തിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം ഇത്തരത്തിലൊരു വലിയ പ്രശ്നത്തിലേക്ക് ചെന്നെത്തുമ്പോൾ UDFന് അത് വലിയ തിരിച്ചടി തന്നെയാണ് നൽകുക. ഏതായാലും MK രാഘവനെതിരെ നിലവിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഒരുപക്ഷെ അഴിമതി നിരോധന നിയമം അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഇതിൽ കാണാമെന്ന് തന്നെയാണ്
നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ഇതിൽ കള്ളപ്പണത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഉണ്ടോ എന്നതിനെക്കുറിച്ച് എഫ്ഐആറിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് മനസ്സിലാകും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. ശരത്ത്, കഴിഞ്ഞ ദിവസമാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക വീണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്കായി മാറ്റിയത്. അതായത് രാഹുൽ ഗാന്ധി വിദേശ പൗരനാണ് എന്നതടക്കമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ആരോപണത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധനയിൽ ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കണ്ട് പത്രിക സ്വീകരിക്കുകയായിരുന്നു. മനു, അല്പസമയം മുൻപാണ് അമേഠിയിലെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത്. നാമനിർദ്ദേശ പത്രികയിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പോരായ്മകൾ അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ചുള്ള ഒരു ആരോപണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ധ്രുവ്ലാൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു രേഖയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു നാമനിർദ്ദേശ പത്രിക പരിഗണിക്കുന്ന വേളയിൽ ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്നത് ഇന്നത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. രാഹുൽ ബ്രിട്ടീഷ് പൗരനാണ്. അതുപോലെ തന്നെ രാഹുലിന്റെ ഉടമസ്ഥതയിലുള്ള രാഹുലിന്റെ പേരിലുള്ള ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ സ്വത്ത് വിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ രേഖപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു ആരോപണത്തിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാഹുലിന്റെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിമർശനങ്ങളും ഒക്കെ തന്നെ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ധ്രുവ്ലാൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നാമനിർദ്ദേശ പത്രിക വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്താൻ അമേഠിയിലെ റിട്ടേണിംഗ് ഓഫീസർ തീരുമാനിച്ചത്. എന്നാൽ ഇന്ന് ആ ഒരു സൂക്ഷ്മ പരിശോധനയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ വാദങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകളൊക്കെ തന്നെ ഇന്ന് 10:30 സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ രേഖകൾ തന്റെ കൃത്യമായ രേഖകളൊക്കെ തന്നെ അദ്ദേഹം സമർപ്പിക്കുകയും സൂക്ഷ്മ പരിശോധന വീണ്ടും നടക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ രാഹുലിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. വയനാട്ടിലെ BDJ സ്ഥാനാർത്ഥിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയും ഇതേ സമാനമായ പരാതി വയനാട്ടിൽ നൽകുന്ന ഒരു സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചില ആശങ്കകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ ഇതോടുകൂടി അവസാനിക്കുകയാണ്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഏതായാലും റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിച്ചിരിക്കുന്നു. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥി ഏത് രീതിയിലാണ് ഇതിന്റെ ഭാവി നടപടികളിലേക്ക് പോകുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമോ, സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നൊക്കെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും രാഹുലിന്റെ നാമനിർദ്ദേശ പത്രിക വയനാട്ടിലെയും അതുപോലെ തന്നെ അമേഠിയിലെയും ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യാനാകുക. മനു, ശരി. ശരത്താണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരിക്കുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം സ്വതന്ത്ര സ്ഥാനാർത്ഥി നൽകിയ പരാതിയെ തുടർന്നാണ് വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്താൻ ഇന്നത്തേക്ക് മാറ്റിയത്. ഒടുവിൽ സൂക്ഷ്മ പരിശോധനയ്ക്കൊടുവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ധ്രുവ്ലാൽ ഉയർത്തിയ കാര്യങ്ങൾ ശരിയല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വിദേശ പൗരത്വം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. എന്നാൽ അത് ശരിയല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ പത്രിക സ്വീകരിക്കാൻ വരണാധികാരി കൂടിയായ ഉദ്യോഗസ്ഥൻ അത് പത്രിക സ്വീകരിച്ചിരിക്കുന്നു. അമേഠിയിലെ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു.